ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും ഗാരേജിലേക്ക് പോലീസും കസ്റ്റംസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ചാനൽ ക്യാമറകളുടെ അകമ്പടിയോടെ കയറി ചെന്നു. ഷർഫക്ക് എന്താണ് ഇപ്പൊ ന്യൂസും റീൽസിലൊക്കെ ആകെ ഭൂട്ടാനും വെട്ടിപ്പും ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ശരിക്കും എന്താ സംഭവം? ബസ്സിൽ ഇതുപോലുള്ള കാർ ഏജന്റുമാരുണ്ടെങ്കിൽ പൃഥ്വിയും ദുൽഖറും മാത്രമൊന്നല്ല, അതിനും വലിയ ആൾക്കാർ പോയിട്ട് ലോക്കാവും. അല്ല, ദുൽഖറും പൃഥ്വിയും അവർ എങ്ങനെ ഇതിൽ പെട്ടുപ്പോ? ഈ ലോകത്ത് നല്ല ജീവിക്കണം ബാസിലെ. ഇപ്പൊ ദുൽഖറും പൃഥ്വിയൊന്നല്ല, നമ്മളെ ലക്കി ഭാസ്കറിലെ ഭാസ്കർ, നമ്മളെ സെയ്ദ് മസൂദ്, ഇവരൊക്കെ ഭൂട്ടാനിൽ ഒരു പണ്ടിച്ചടിച്ചോണ്ടിരുന്ന പരിപാടിയാണ്. ഈ അന്തിച്ചർച്ചകളൊന്നും കാണണമെന്നില്ലേ? അല്ല, നിങ്ങൾ സീരിയസ് ആയിട്ട് പറയും, നമുക്ക് എല്ലാവർക്കും ഒരു അവയർനെസ് കൊടുക്കണ്ടേ? ഇപ്പൊ എന്താണ് അവരോട് നമുക്ക് പറയാണ്ടാവുക? അല്ല, ഈ കാര്യത്തിൽ 100% എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദുൽഖറോ പൃഥ്വിയോ ഒന്നും നേരിട്ട് ഭൂട്ടാനിൽ പോയിട്ട് വണ്ടി കടത്തിയിട്ടുള്ളതല്ല. അത് വിചാരിച്ചിട്ട് ഇവരാരും കുറ്റക്കാരല്ല എന്നല്ല. ഇപ്പൊ 100% അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ തന്നെയാണ്, വേറെ ആരുമല്ല. അവർ ചെയ്ത വലിയൊരു തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കാശിന് വേണ്ടി മാത്രം നടത്തുന്ന കാർ ഏജന്റുമാരുണ്ട്, അവരെ വിശ്വസിച്ചു എന്നുള്ളതാണ്. ഇതേപോലത്തെ പല ഇഷ്യൂസ് ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആ സമയത്താണല്ലോ കോഴിക്കോട് ബോസ്റ്റൺ മോട്ടോഴ്സ് നമ്മൾ പ്ലേസ് ചെയ്ത്. അതിൽ ഒരുവിധം മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥയില് ഇങ്ങനെ സെലിബ്രിറ്റികൾക്ക് സംഭവിച്ചപ്പോ ജനങ്ങൾ അറിയാൻ തുടങ്ങി, നമുക്ക് വിളികളും കാര്യങ്ങളും അന്വേഷണവും നടക്കുന്നു. ഇതിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 5 ലക്ഷത്തിനും 6 ലക്ഷത്തിനും വണ്ടി കൊണ്ട് കിട്ടുമെന്ന് പറയുമ്പോൾ ഈ ഇറങ്ങിയുള്ള ഓട്ടം ഉണ്ടല്ലോ, അതിനു മുന്നേ എന്താണ് എങ്ങനെയാണെന്ന് കാര്യങ്ങൾ പഠിക്കുക. ഒരു ഓതറൈസ്ഡ് ആയ വ്യക്തിയെ മാക്സിമം വണ്ടി എടുക്കാൻ പരിശ്രമിക്കുക. എന്നാലും നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ അതിന്റെ ജാതകം കൂടെ നോക്കിയിട്ട് എടുക്കുക. ദാറ്റ് മീൻ അതിന്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞ സമയത്ത്, രജിസ്ട്രേഷൻ സമയത്തുള്ള ഹിസ്റ്ററി നോക്കിയിട്ട് എടുക്കുക. നമ്മൾ മറ്റെല്ലാ ചെക്കപ്പുകളും ചെയ്യുന്നുണ്ട്, മെക്കാനിക്കലും മറ്റെല്ലാം ചെയ്യുന്നുണ്ട്. മാക്സിമം വണ്ടി എടുക്കുമ്പോൾ ഷോറൂമിൽ ആ ചെക്കപ്പും കൂടെ ചെയ്തിട്ട് എടുക്കുക. എന്തായാലും വണ്ടി എല്ലാവരും എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക. എന്തായാലും എല്ലാവർക്കും നല്ലത് വരണം. ബെസ്റ്റ് ഓഫ് ലക്ക്.